Hello everyone, so welcome to yet another interesting video. So today's video is all about some study tips. അപ്പോൾ എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്റ്റഡി ടിപ്സ് പറഞ്ഞുതരുമോ, സ്റ്റഡി പ്ലാൻസ് ചെയ്യുമോ, സ്റ്റഡി റുട്ടീൻസ് പറഞ്ഞുതരുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ കുറച്ച് സ്റ്റഡി ടിപ്സിനെ കുറിച്ചാവാന്ന്. So let's get into the video. So first step is believe in yourself. ആദ്യം നമ്മളിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം. നമ്മളെ കൊണ്ട് പറ്റും, ഈ കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം. ഏതൊരു കാര്യമാണെങ്കിലും നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആദ്യം തന്നെ മനസ്സിൽ ചിന്തിച്ചിട്ട് ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ദെൻ എനിത്തിങ് ഇസ് പോസിബിൾ. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ആൻഡ് ഡു ഇറ്റ് യുവർ ബെസ്റ്റ്. സോ സെക്കൻഡ് ടിപ്പ് ഈസ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. സോ നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ള ഒരു പെർഫെക്റ്റ് പ്ലാൻ നമുക്ക് ഉണ്ടാവണം. സോ തേർഡ് ടിപ്പ് ഈസ് യൂസ് എ ടൈം മാനേജ്മെൻറ്റ്. അതിപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിലായാലും നമ്മൾ പഠിക്കുന്ന കാര്യത്തിലായാലും നമുക്കൊരു ഡെഫിനിറ്റ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സക്സസ് ആവാൻ വേണ്ടി പറ്റില്ല. ക്രിയേറ്റ് സ്റ്റഡി പ്ലാൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന ടോപ്പിക്ക് കവർ ചെയ്യും എന്നുള്ളത് മാത്രമല്ല, ഇന്ന ടൈമിനുള്ളിൽ അത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ആ ഒരു ടൈമിനുള്ളിൽ അത് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുകയും വേണം. സോ ഫോർത്ത് ടിപ്പ് ഈസ് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോൺ. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫോണിൽ അഡിക്റ്റഡ് ആണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഫോൺ യൂസേജ് സ്ക്രീൻ ടൈം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മളത് എലിമിനേറ്റ് ചെയ്ത് കളയാം. പ്രത്യേകിച്ച് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഫോൺ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറൊരു റൂമിലോ അല്ലെങ്കിൽ പാരൻസിൻ്റെ കയ്യിലോ നമ്മൾ ഫോൺ ഏൽപ്പിക്കുക. ഫോൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഡിസ്ട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കണ്ടാൽ നമ്മൾ ഫോണിൽ എടുത്ത് നോക്കും. ഇൻസ്റ്റയിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചോ, യൂട്യൂബിൽ എന്ത് വീഡിയോ വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് ടിപ്പ് ഈസ് ടേക്ക് ബ്രേക്സ് ഓർ ഗെറ്റ് സം ഫ്രഷ് എയർ. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് കുറേ ഹവേഴ്സ് കണ്ടിന്യൂസ് ഇരുന്ന് സ്ട്രെസ്ഡ് ആവാതെ കുറച്ച് ടൈം പഠിക്കുക, പിന്നെ കുറച്ച് ടൈം ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ കുറേ ടൈം ബ്രേക്ക് എടുക്കുക എന്നല്ല, കുറച്ച് ടൈം മാത്രം ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മൾ കുറേ ഹവേഴ്സ് കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബ്രേക്ക് എടുക്കുക. സോ നമ്മൾ കുറേ ടൈം കണ്ടിന്യൂസ് പഠിക്കുകയാണെങ്കിൽ ഗെറ്റ് സം ഫ്രഷ് എയർ. നമ്മൾ പുറത്തൊക്കെ പോയി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ടൈം ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് തിരിച്ചു വന്ന് ആദ്യം പഠിക്കാനിരിക്കുക. സോ നെക്സ്റ്റ് ടിപ്പ് ഈസ് ചൂസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി. ഓരോ പേഴ്സൺസ് ഡിഫറൻസ് ആണ്. ഒരാൾ ചിലപ്പോൾ നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും. സോ നമ്മൾ ഏത് ടൈപ്പ് പേഴ്സൺ ആണെന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒരു മോർണിംഗ് പേഴ്സണേ അല്ല. കാരണം എനിക്ക് രാവിലെ എണീച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. രാത്രി എത്ര ടൈം വേണമെങ്കിലും എന്നെക്കൊണ്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ രാവിലെ എണീച്ച് പഠിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ നിങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഒരു ടൈമിന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നെക്സ്റ്റ് ടിപ്പ് ഈസ് ഓർഗനൈസ് യുവർ സ്പേസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു സറൗണ്ടിങ്സും കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മൾ പഠിക്കുന്ന സറൗണ്ടിങ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ നമ്മൾ പഠിക്കാനിരിക്കുന്ന സറൗണ്ടിങ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പഠിക്കുന്ന സ്ഥലം നമ്മൾ നീറ്റായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ക്ലീൻ യുവർ സ്പേസ് ഓർ ഓർഗനൈസ് യുവർ സ്പേസ്. നെക്സ്റ്റ് ടിപ്പ് ഈസ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റ്. നമ്മൾ ആദ്യം തന്നെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. ഇത് എന്നെക്കൊണ്ട് പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്താം. ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് തന്നെ നമ്മൾ നെഗറ്റിവിറ്റി കൊണ്ടുവരാതെ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. അഥവാ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളത് ഗിവ് അപ്പ് ചെയ്യാതെ മോട്ടിവേറ്റഡ് ആക്കുക, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ ഒരാൾ ചെയ്യാൻ വേണ്ടി വരത്തുമില്ല, ചെയ്ത് തരത്തുമില്ല. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് ടിപ്പ് ഈസ് റിവിഷൻ. സോ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ടിപ്പ് ഈസ് അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സബ്ജക്റ്റ് നിരത്തി വെച്ച് എല്ലാം കൂടെ ഒരുമിച്ച് വിഴുങ്ങാൻ നോക്കിയാൽ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ഒരു സബ്ജക്റ്റ് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് നോ വൺ ഈസ് ഗോണ ഡു ഓൾ ദീസ് സ്റ്റഫ്സ് ഫോർ യു. So if this video is helpful for you, please do like, share and subscribe. Thank you for watching. See you next time. Till then, bye.